ഹലോ, ഇന്നൊരു ഔട്ടിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വീട്ടിൽ നിന്ന് കുട്ടികളുണ്ട്. അപ്പോൾ സെറൂനും മമ്മൂനെയൊക്കെ ഞാൻ നേരത്തെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് മഫ്ത കുത്തുന്നത്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല രസത്തിന് കുത്താൻ പറ്റും. എന്നാൽ വലിയ പണി കാര്യമായിട്ടില്ല താനും. ഈ മഫ്തയുടെ ഉള്ളിൽ ഞാൻ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് മഫ്ത നല്ല സെറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഇരിക്കുള്ളൂ. അതിനുശേഷം നമ്മുടെ മുകളിൽ ഞാൻ 2 മുട്ട് സൂചി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ തൊപ്പി പോലെ വരുന്ന ഭാഗം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ പോർഷൻ എടുത്തിട്ട് ദേ ഇതുപോലെ മുകളിലേക്ക് ആക്കി 2-3 ലെയർ കൊടുത്ത് അവിടെയും മുട്ട് സൂചി വെച്ച് പിൻ ചെയ്യാണ്. നമുക്ക് 1, 2 അല്ലെങ്കിൽ 5-6 ലെയർ അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുക്കുന്നതനുസരിച്ച് ചെറിയ ഫ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ലോങ് പോർഷൻ എടുത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പം മുകളിൽ വരുമ്പോൾ ചെറിയ ഇങ്ങനെ ഏങ്ങോണിപ്പുണ്ടാവും. ആ ഭാഗത്ത് ഒരു മുട്ട് സൂചി പിൻ ചെയ്യുക ആദ്യം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു ലെയർ പോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ആ വൃത്തിയോട് മാറിക്കിട്ടും. എന്നിട്ട് നമ്മുടെ ചെവിയുടെ ഭാഗത്ത് വന്ന് ഒരു 2 പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഫ്ത സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഒരുപാട് ചൂടെടുക്കത്തില്ല. ഞാൻ എടുത്തിരുന്നത് വളരെ നൈസായിട്ടുള്ളൊരു മഫ്തയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പോൾ മഫ്തയുടെ മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പം ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ്. ചെമ്പർക്കിയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് പോണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രിയാണ്, 8:30 ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യം പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂർ ആൽക്കലീജിലാണ്. നിന്റെ കിട്ടിയോളാടാ കോളനി കറിയാണ്, കറി അലുവ. ചോറില്ല, മയോണൈസ് മാത്രമേ ഉള്ളൂ. അത് കുടിച്ചോ. സാലഡ് ഉണ്ട്, സാലഡ് തിന്നിട്ട് അത് കുടിച്ചോ. അയ്യോ കണ്ട മമ്മൂര് ചിക്കൻ ഇല്ലേ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഞാൻ എംബ്രോയിഡറിയും സ്റ്റിച്ചിങ്ങും പഠിച്ച സ്ഥാപനം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചില സമയത്തൊക്കെ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കലുണ്ടായിരുന്നു. അവിടുത്തെ മേഡത്തിൻ്റെ ഒക്കെ കൂടെ. ഇവിടുത്തെ ചോറ് നല്ല സോഫ്റ്റാണ്, ചിക്കനും അതുപോലെ നല്ല ടേസ്റ്റിയാണ്. സാർകുട്ടി കഴിക്കാൻ ഭയങ്കര മടിച്ചാണ്. അതുകൊണ്ട് തന്നെ രചിക്കാതെ ലാസ്റ്റ് വാരി കൊടുക്കുവാണ്. മമ്മ എന്തിട്ട് കുടിക്കണേ? മമ്മ എന്തിട്ട് കുടിക്കണ? അമ്മു ചമ്മപ്പ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പെരുമ്പാവൂർ EVMൽ ആവേശം മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ 9:30 ഷോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ മൂവി തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകണേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വന്നു. ഏറ്റവും ബാക്കിലാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് മമ്മൂനെ കൊണ്ടൊക്കെ ഇരുന്നപ്പോൾ ഭാഗ്യമായി.